ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്ന പോർഷൻസ് നിങ്ങളും കവർ ചെയ്ത് പോകുന്നുണ്ടല്ലോ അല്ലേ? നമുക്കിപ്പോൾ ചാപ്റ്റർ 1, 2, 3, 4 ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 4 ചാപ്റ്റേഴ്സ് നമുക്കിപ്പോൾ കവർ ആയിട്ടുണ്ട്. ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ തുടങ്ങി. ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി അസസ്മെന്റ് ഗൂഗിൾ ഫോമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. കാരണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന മോഡൽസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ലക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ചോദിക്കുകയും ചെയ്യത്തോടെ. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. പല സ്റ്റുഡൻസും ഒരുപാട് ഡൗട്ട് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ക്യാപിറ്റൽ ഗെയിൻ. നമ്മളിന്ന് ക്യാപിറ്റൽ ഗെയിൻ കവർ ചെയ്യും. പിന്നെ സോഫാർ 1-2 സ്റ്റുഡൻസിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ആരും തന്നെ ഡൗട്ടൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയതുകൊണ്ടാണോ അതോ ഡൗട്ട് ചോദിക്കാൻ പഠിച്ചു തുടങ്ങാത്തത് കൊണ്ടാണോ, അതൊന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം. ഒരുപാട് സമയം ഇല്ല ഇനി എക്സാമിന്. സോ എഫക്റ്റീവായിട്ട് തന്നെ പോർഷൻസ് കവർ ചെയ്ത് പോവുക. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ ഒന്ന് കവർ ചെയ്ത് പോകുകയാണെങ്കിൽ, ആ പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഡെയിലി കവർ ചെയ്ത് പോകുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ സബ്ജക്റ്റ് കവർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ കൺസെപ്റ്റ് നമുക്കൊരു ഏകദേശം ഐഡിയ ചിലപ്പോൾ കാണും. എനിവേ നമുക്ക് ഓവറോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ഓക്കെ, സോ ക്യാപിറ്റൽ ഗെയിൻ എന്ന കൺസെപ്റ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്? ഒരു സിമ്പിൾ ആൻസർ എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവോ? വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്? വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്? ആർക്കെങ്കിലും ഒരാൾക്കൊരു ആൻസർ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് പഠിക്കാൻ പറ്റൂ. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്? പറയൂ. ഡെഫിനേഷനൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ് ക്യാപിറ്റൽ അസറ്റ് ഒന്ന് പറയുക. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ് ക്യാപിറ്റൽ അസറ്റ്? അല്ലെങ്കിൽ ചോദിക്കാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ക്യാപിറ്റൽ അസറ്റ് ആണോ? എനിക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, അതൊരു ക്യാപിറ്റൽ അസറ്റ് ആണോ? യെസ് ഓർ നോ? ഒരു യെസ് ഓർ നോ പറയുക. യെസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, യെസ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ജുവലറി ഉണ്ട്, കുറച്ച് ഗോൾഡ്, ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ഗോൾഡ് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? യെസ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. എനിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കുറച്ച് ആർക്കിയോളജിക്കൽ കളക്ഷൻ, ലെറ്റ്സ് സേ കുറച്ച് സ്കൾപ്ചേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? കുറച്ച് സ്കൾപ്ചേഴ്സ് ഉണ്ട്, കുറച്ച് പ്രതിമകൾ, ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ആൻസർ ഒന്നും ഇല്ലല്ലോ. സ്കൾപ്ചർ, കുറച്ച് പ്രതിമ, അത്രയേ ഉള്ളൂ. പ്രതിമ എന്ന് മാത്രം ഓർത്താൽ മതി. ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? യെസ്. സ്കൾപ്ചേഴ്സ് ക്യാപിറ്റൽ അസറ്റ് അല്ല, ഷുവർ ആണോ? സ്കൾപ്ചർ ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് ഷുവർ ആണോ? ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കേ. സ്കൾപ്ചർ ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? യെസ്, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. ലെറ്റ്സ് സേ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു മോട്ടോർ കാർ, ഒരു മോട്ടോർ വെഹിക്കിൾ, ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ഒപ്പീനിയൻ പറയുക, ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? മോട്ടോർ കാർ ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? കുഴപ്പമില്ല, ആണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പറഞ്ഞാൽ മതി, നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, മിസ്റ്റേക്ക് പറ്റിക്കോട്ടെ.
നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പറഞ്ഞാൽ മതി. ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? പറയൂ. ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? അനക്കൊന്നുമില്ലല്ലോ. പറയൂ. ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ഓക്കെ, എനിവേ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് ഡെഫിനിഷൻ ഒന്ന് നോക്കണം. ക്യാപിറ്റൽ അസറ്റ് ഡെഫിനിഷൻ പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, എക്സാക്ട്ലി ബൈ ഹാർട്ട് ആക്കണമെന്നല്ല. ക്യാപിറ്റൽ അസറ്റ് ഡെഫിനിഷനിലുള്ള കീവേഡ്സ്, അതിലെ മെയിൻ കണ്ടന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്കതൊന്ന് നോട്ട് ചെയ്ത് പോവാം. ലെക്ചർ നോട്ട്സ് എഴുതി പോകുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യും, അതിപ്പം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും, ലൈക്ക് ഒരു ഫാക്കൽറ്റി ഒരു കൺസെപ്റ്റ് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി പോകുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ്. നമുക്ക് മെമ്മറി റിട്ടൈൻ ചെയ്യാനും പിന്നെ നന്നായിട്ട് ഫോളോ ചെയ്യാനൊക്കെ ലെക്ചർ നോട്ട്സ് ഒരു നല്ല ടൂളാണ്. ഓക്കെ, എനിവേ സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന കൺസെപ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് പഠിച്ചുകൊണ്ടാണ്. ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ക്യാപിറ്റൽ അസറ്റ് എന്തൊക്കെ ഐറ്റംസ് ക്യാപിറ്റൽ അസറ്റ് അല്ല അതും അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് പഠിച്ചുകൊണ്ടാണ്. ലോങ് ടേം, ഷോർട്ട് ടേം ഓർക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചെടുക്കാൻ നോക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കാൻ നോക്കുക. ലോങ് ടേം, ഷോർട്ട് ടേം. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്നൊരു വലിയൊരു കൺസെപ്റ്റിന്റെ കുറച്ച് ചെറിയ ഏരിയാസ് നമുക്ക് കവർ ചെയ്ത് നോക്കേണ്ടി വരും. പീരീഡ് ഓഫ് ഹോൾഡിംഗ് വളരെ, അതായത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇത്രയും കവർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്ന് നമുക്ക് ഇടുന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിലേക്ക് പോകും. ഇത് രണ്ടും കഴിഞ്ഞ് ഇൻഡെക്സേഷൻ എന്ന കൺസെപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ എല്ലാം കമ്പ്യൂട്ട് ചെയ്ത അവസാനം നമുക്ക് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സെക്ഷൻ 54-ൽ കൊടുത്തിട്ടുള്ള ചില സർട്ടൈൻ ഇൻവെസ്റ്റ്മെന്റ്സ് പിന്നെ ചില സർട്ടൈൻ എക്സംഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കും. ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. എന്താണ് ക്യാപിറ്റൽ അസറ്റ്? ആക്ച്വലി നമ്മുടെ ആക്ടിൽ അത്യാവശ്യം നല്ലൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്, ഇത് പഠിക്കണം കേട്ടോ. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് held by the assessee whether or not connected with business or profession. Then അതുപോലെ തന്നെ any security held by foreign institutional investor. FII ആരാന്ന് നമുക്ക് പതുക്കെ നോക്കാം. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര റിലവന്റ് അല്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ യുലിപ്, യൂണിറ്റ് ലിക്വിഡ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂഡ് ആഫ്റ്റർ 1/4/2021. എനിവേ, സോ ബേസിക്കലി നമ്മുടെ എക്സാമിനേഷൻ പർപ്പസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. ഇതൊരു വലിയൊരു ഡെഫിനേഷൻ, ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഈ ക്യാപിറ്റൽ അസറ്റ് ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻസ് എന്താണെന്നും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് റിലവന്റ് ആണ്. നമ്മുടെ പല ഡൗട്ട്സിനും ക്ലാരിറ്റി തരുന്നത് ഈ എക്സ്ക്ലൂഷൻസ് എന്താണെന്ന് മനസ്സിലാവുക. എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, ക്യാപിറ്റൽ അസറ്റ് ആകുമോ? അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഉള്ള റിസോഴ്സ്, എന്റെ കയ്യിലുള്ള അസറ്റ്സ് എല്ലാം ക്യാപിറ്റൽ അസറ്റ് ആണോ?
അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചില സ്പെസിഫിക് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. What do not constitute a capital asset? That is exclusions. Exclusions mainly ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ, കടയിലിരിക്കുന്ന ഗുഡ്സ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ദെൻ മൂവബിൾ പേഴ്സണൽ എഫക്റ്റ് ക്യാപിറ്റൽ അസറ്റ് അല്ല. മൂവബിൾ പേഴ്സണൽ എഫക്റ്റ് ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷേ മൂവബിൾ പേഴ്സണൽ എഫക്റ്റ് ക്യാപിറ്റൽ അസറ്റ് അല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് ഒരു എക്സ്പെൻസീവ് ആർട്ടിക്കിൾ ആണ്. അത് ജുവലറി പരുവത്തിലായിരിക്കും നോർമലി ഒരു പേഴ്സന്റെ കയ്യിൽ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മേ ബി ഉണ്ടാകാൻ സാധ്യതയുള്ള ആർക്കിയോളജിക്കൽ കളക്ഷൻ, അതുപോലെ തന്നെ ഡ്രോയിങ്സ്, ലെറ്റ്സ് സേ സം സോർട്ട് ഓഫ് എക്സ്പെൻസീവ് പെയിന്റിങ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഈ ഡ്രോയിങ്സിന്റെ ഒക്കെ വാല്യൂ നമുക്കിടയ്ക്ക് പത്രത്തിലൊക്കെ നോക്കി അറിയാം. ഓരോ ഈ വളരെ ഫേമസ് ആയിട്ടുള്ള പെയിന്റേഴ്സിന്റെ ഓരോ പെയിന്റിംഗ് ഒക്കെ ഓരോ ഓപ്ഷന് വിറ്റുപോകുന്നത് ക്രോർസിനാണ്. ഓക്കെ, എം.എഫ്. ഹുസൈൻ, രാജാ രവിവർമ്മ, ഇവരുടെയൊക്കെ പെയിന്റിങ്ങുകളുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് എക്സ്പെൻസീവ്. സോ അങ്ങനെ കുറച്ച് ആർട്ടിക്കിൾസ്, സോ ഗോൾഡ് ഉണ്ട്, ആർക്കിയോളജിക്കൽ കളക്ഷൻസ് ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, പിന്നെ എനി വർക്ക് ഓഫ് ആർട്ട്. പ്രൊവിഷൻ പറഞ്ഞു വെക്കുന്നത് മൂവബിൾ പേഴ്സണൽ എഫക്റ്റ് ക്യാപിറ്റൽ അസറ്റ് അല്ല, മൂവബിൾ പേഴ്സണൽ എഫക്റ്റ്. പക്ഷെ എന്ന് വെച്ച് നിങ്ങൾക്ക് ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ പറയുവാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെയറിലെ നിങ്ങൾ ഇരിക്കൂ. ഓക്കെ, ഒരു ഗോൾഡൻ ചെയർ. ഇത് മൂവബിൾ പേഴ്സണൽ എഫക്റ്റ് അല്ലേ, ക്യാപിറ്റൽ അസറ്റ് അല്ലല്ലോ എന്നൊക്കെ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. ക്യാപിറ്റൽ അസറ്റ് അല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കയറി ഇത് സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഈ സ്കൾപ്ചേഴ്സ്, പിന്നെ ജുവലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, പിന്നെ എനി വർക്ക് ഓഫ് ആർട്ട്, ഇത്രയും കാറ്റഗറിയിൽ പെടുന്ന അസറ്റ്സ്, ഇത്രയും കാറ്റഗറിയിൽ പെടുന്ന മൂവബിൾ പേഴ്സണൽ അസറ്റ്സ്, ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ അസറ്റ്. ദിസ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ അസറ്റ്. അതായത് പറഞ്ഞു വരുമ്പോൾ മൂവബിൾ പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ ഫൈൻ, ബട്ട് മൂവബിൾ പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ സ്കൾപ്ചേഴ്സ് ഇൻക്ലൂഡഡ് അല്ല, ജുവലറി ഇൻക്ലൂഡഡ് അല്ല, ആർക്കിയോളജിക്കൽ കളക്ഷൻ ഇൻക്ലൂഡഡ് അല്ല, ഡ്രോയിങ്സ് ഇൻക്ലൂഡഡ് അല്ല, പിന്നെ ഇനി വർക്ക് ഓഫ് ആർട്ട് ഇൻക്ലൂഡഡ് അല്ല. സോ ഇത്രയും അസറ്റ്സ്, ഇത്രയും ക്യാപിറ്റൽ അസറ്റ്, ഇവൻ ദോ ദേ ആർ എ പേഴ്സണൽ മൂവബിൾ അസറ്റ്, അതൊരു പേഴ്സണൽ മൂവബിൾ അസറ്റ്സ് ആണ്. ഈവൻ ദെൻ ദിസ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ അസറ്റ്. നമുക്കിത് ഭയങ്കര റിലവന്റ്. കാരണം ഈ ഗോൾഡ് അല്ലെങ്കിൽ ജുവലറി സെയിൽ ചെയ്ത് ആ ഒരു കൺസിഡറേഷൻ വെച്ച് ലെറ്റ്സ് സേ ഒരാൾ ഒരു വീട് പണിയുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഓക്കെ, വാട്ട് എവർ ബി ദ പർപ്പസ്, ഒരാൾ അയാളുടെ കയ്യിലിരിക്കുന്ന ജുവലറി സെയിൽ ചെയ്തു, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും. നമുക്കിത് റിലവന്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഡെഫിനേഷൻ പഠിക്കണം, അതുപോലെ തന്നെ ഇൻക്ലൂഷൻസ് ആൻഡ് എക്സ്ക്ലൂഷൻസ് പഠിച്ചിരിക്കണം. എക്സ്ക്ലൂഷൻസിൽ ഈ പറയുന്ന ഈ ലിസ്റ്റ് നമുക്ക് റിലവന്റ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ലിസ്റ്റിൽ നിന്ന് എടുത്ത് ചോദിക്കുന്ന പതിവുണ്ട്. ഡ്രോയിങ്സ് ചോദിച്ചിട്ടുണ്ട്, ജുവലറി മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ ഒരിക്കൽ ഒരു സ്റ്റുഡന്റ് ചോദിച്ചൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, സാർ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഹൗസ് അതൊരു പേഴ്സണൽ എഫക്റ്റ് അല്ലേ? ഹൗസ് പേഴ്സണൽ എഫക്റ്റ് അല്ലേ? അപ്പൊ പിന്നെ അത് ക്യാപിറ്റൽ അസറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അങ്ങനെ ഒരു സ്റ്റുഡന്റ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഹൗസ് നിങ്ങൾക്കറിയാം അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ അസറ്റ്. ഈ പറയുന്ന മൂവബിൾ പേഴ്സണൽ എഫക്ട്സിന് മാത്രമേ ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളൂ, ഈ ഒരു സ്പെസിഫിക് എക്സംഷൻ കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ ഇത്രയും ആർട്ടിക്കിൾസിന് ടാക്സബിലിറ്റി ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നമുക്കത് പഠിക്കണം. നെക്സ്റ്റ് വൺ. സോ മൂവബിൾ പേഴ്സണൽ എഫക്ട്സ് ക്യാപിറ്റൽ അസറ്റ് അല്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. തേർഡ് വൺ, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്.
റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. അതുകൊണ്ട് തന്നെ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രൊവിഷൻസ് ഒന്നും വരില്ല. കാരണം അതൊരു ക്യാപിറ്റൽ അസറ്റ് അല്ല. ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി സെയിൽ തന്നെയാണ്. ഓക്കെ, സെയിൽ ആകാം, എക്സ്ചേഞ്ച് ആകാം, ബാർട്ടർ ആകാം. എനിവേ, ഈ ക്യാപിറ്റൽ അസറ്റ് അതൊരു റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ക്യാപിറ്റൽ അസറ്റ് പോലുമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ടാക്സേഷന്റെ ഇഷ്യൂ ഉണ്ടാകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്? അതിന് ഗവൺമെന്റ് ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? നമുക്കൊരു സെൻസസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഒരു പ്രൊവിഷൻ പറഞ്ഞു വെച്ചത് ഓർക്കുന്നുണ്ടോ? റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്, ഒരു ഏരിയൽ ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അനക്കൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ സെൻസസിന്റെ ബേസിസിൽ പോപ്പുലേഷൻ ഒക്കെ വെച്ച് ഒരു കമ്പ്യൂട്ടേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ കമ്പ്യൂട്ടേഷൻ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അനക്കൊന്നുമില്ലല്ലോ. പറയൂ. ആരും റിപ്ലൈ തരുന്നില്ലല്ലോ. ഓണാക്കി വെച്ചിട്ട് പോയേക്കുവാണോ? റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. ടെൽ മീ, എന്താണ് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്? പറയൂ. പറയൂ. ചാറ്റ് ബോക്സ് ഉപയോഗിക്കേ. ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓർക്കുന്നുണ്ടോ ആ പ്രൊവിഷൻ? എവിടെയെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അനക്കൊന്നുമില്ലല്ലോ. നിങ്ങൾ ക്ലാസ് ഓണാക്കി വെച്ചിട്ട് പോയേക്കുവാണോ? റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്, എനി ഐഡിയ? ടെൻ കെ പോപ്പുലേഷൻ ശരിയാണ്. 10K പോപ്പുലേഷൻ വെച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻ തുടങ്ങുന്നത്. ശരിയാണ്. ഓക്കെ, പിന്നെന്താ? 10K മാത്രമേ ഉള്ളോ? 10K പോപ്പുലേഷൻ മാത്രമേ ഉള്ളോ? പറഞ്ഞത് ശരിയാ, ബാക്കിയും കൂടെ പറ. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്. വാട്ട് ഈസ് എ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്? അതാ നമുക്കറിയേണ്ടത്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഓർക്കുന്നില്ല? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറ. അറിയില്ലെങ്കിൽ പറഞ്ഞോ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഈ ആ ഒരു കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷെ ആ കിലോമീറ്റർ ഓർക്കുന്നുണ്ടോ എങ്ങനെയാന്ന്? ഓക്കെ, യെസ്, ശരിയാണ്. ഓക്കെ, സോ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്താന്ന് നമുക്ക് പ്രൊവിഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. ഈ ഫിഗേഴ്സ് കാൽക്കുലേഷൻ ഓർക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് റൂറൽ ഏരിയ. വാട്ട് ഈസ് എ റൂറൽ ഏരിയ? എനി ഏരിയ that is within a municipality. Rural agricultural land means any area that is, not within a municipality. Having a population of 10,000 or more. ഓക്കെ, സോ ഒരു മുനിസിപ്പാലിറ്റി ഏരിയയിൽ, ഓക്കെ, പഞ്ചായത്ത് അല്ല, മുനിസിപ്പാലിറ്റി ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി 10,000 കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ മുനിസിപ്പാലിറ്റിക്കകത്ത് ഉള്ള ഒരു പ്രോപ്പർട്ടി റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ല, മറിച്ച് ഒരു അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അക്കോർഡിംഗ്ലി ടാക്സബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, മുനിസിപ്പാലിറ്റിയുടെ അകത്ത് 10,000 കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട്. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ. അവിടെയും കഴിഞ്ഞിട്ടില്ല. ഇനി ഏരിയൽ ഡിസ്റ്റൻസ് നമുക്ക് നോക്കണം. ഏരിയൽ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ പോപ്പുലേഷൻ 10,000 to 1 lakh ആണെങ്കിൽ ഏരിയൽ ഡിസ്റ്റൻസ് നോക്കുക. ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന്
2 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസിൽ കവർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഇനി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പോപ്പുലേഷൻ 1 lakh to 10 lakh ആണെങ്കിൽ 1 lakh to 10 lakh നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പോപ്പുലേഷൻ 1 lakh to 10 lakh ആണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 6 കിലോമീറ്റർ ഏരിയയിൽ ഉൾപ്പെടുന്ന ഏരിയൽ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അല്ലെ നേരത്തെ ക്രോ ഫ്ലൈയിങ് ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ട്. ക്രോ ഫ്ലൈയിങ് ഡിസ്റ്റൻസ്, ബേസിക്കലി ഏരിയൽ. ഓക്കെ, സോ 1 lakh to 10 lakh പോപ്പുലേഷൻ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 6 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയ എല്ലാം നമ്മൾ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇനി മുനിസിപ്പാലിറ്റി പോപ്പുലേഷൻ 10 lakh ആൻഡ് എബവ് ആണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 8 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളെല്ലാം we will treat it as ഏതാ, അർബൻ ആണോ റൂറൽ ആണോ? അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ്. അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയുള്ള പ്രത്യേകത നമുക്കറിയാം, ക്യാപിറ്റൽ അസറ്റ് ആണ്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ അസറ്റ് അല്ലാതെ ഉള്ളൂ. സോ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ it will be taxable. Transfer will be taxable and accordingly we should compute capital gain. ഈ ഫിഗർ ഓർത്തിരിക്കുക, നമുക്കിത് ആവശ്യമുണ്ട്. ഇതൊക്കെ MCQ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് and long term capital asset. So short term capital asset and long term capital asset. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു അസറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തു, എത്ര നാൾ നിങ്ങൾ അത് ഹോൾഡ് ചെയ്തു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ്? ലെറ്റ്സ് സേ നിങ്ങൾ ഒരു അസറ്റ് വാങ്ങിച്ചു, എന്ത് അസറ്റ് ആയിക്കോട്ടെ, ഒരു അസറ്റ് വാങ്ങിച്ചു. അസറ്റ് നിങ്ങൾ മേടിച്ചത് 1st January 2022. ഈ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത് ലെറ്റ്സ് സേ 31/3/2022, വിച്ച് മീൻസ് 3 months നിങ്ങൾ അസറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗിന്റെ ബേസിസിലാണ് ഒരു അസറ്റ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് വേണം നമുക്ക് ടാക്സബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ. ഡിഡക്ഷൻസ്, ചില തരത്തിലുള്ള ചില തരത്തിലുള്ള എക്സംഷൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ ഉള്ളൂ. സെക്ഷൻ 54 നമുക്കിപ്പോൾ പഠിക്കാം. സെക്ഷൻ 54ൽ പല സബ്സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചില സബ്സെക്ഷൻസിൽ കൊടുത്തിരിക്കുന്ന എക്സംഷൻസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചില എക്സംഷൻസ് ഷോർട്ട് ടേമിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിനൊക്കെ പുറമെ ടാക്സ് റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. നമുക്ക് 10% എന്നൊരു റേറ്റ് പഠിക്കാനുണ്ട്, 20% എന്ന റേറ്റ് പഠിക്കാനുണ്ട്, 15% എന്ന റേറ്റ് പഠിക്കാനുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ നോർമൽ സ്ലാബ് റേറ്റിലേക്ക് ടാക്സ് ചെയ്യേണ്ട ഇൻകം നമുക്ക് പഠിക്കാനുണ്ട്. സോ എനിവേ, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്ലാസിഫിക്കേഷൻ നമുക്ക് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. സോ 3 months നമുക്ക് ഈ അസറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 months നമ്മൾ ഈ അസറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് വളരെ റിലവന്റ് ആണ്. നെക്സ്റ്റ് വൺ, കാരണം ഈ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചാണ് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ടാക്സ് റേറ്റ്, പിന്നെ അതുപോലെ എക്സംഷൻസ് എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡിയ ഉണ്ടാവണം. ഓക്കെ, when will an asset will be treated as a long term capital asset? ഇതിനു വേണ്ടി നമുക്ക് അസറ്റ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ക്യാപിറ്റൽ അസറ്റ്സിനെ ഫസ്റ്റ് വൺ, ലിസ്റ്റഡ് സെക്യൂരിറ്റി. അതുപോലെ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ സീറോ കൂപ്പൺ ബോണ്ട്. ഈ 3 അസറ്റ്സ്, ഈ 3 ക്യാപിറ്റൽ അസറ്റ്സ് it will be treated as short term. It will be treated as short term if it is
held for less than 12 months, which means more than 12 months hold ചെയ്തിട്ടുണ്ടെങ്കിൽ these assets will be treated as long term. So 12 months ആണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പീരീഡ് ഓഫ് ഹോൾഡിംഗ്. 12 months കൂടുതൽ ഈ അസറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് 12 months കൂടുതൽ നിങ്ങൾ ഈ അസറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ മോർ ദാൻ 12 months ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ ആൻഡ് preference shares. In case of unlisted equity shares and preference shares, നമുക്ക് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 24 months ആണ്. മോർ ദാൻ 24 months, so unlisted equity shares and preference shares, and along with that we should also include land and building, that is immovable property. ഓക്കെ, സോ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും പിന്നെ നമ്മുടെ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിനും പീരീഡ് ഓഫ് ഹോൾഡിംഗ് പറഞ്ഞിരിക്കുന്നത് 24 months എന്ന ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്. സോ മോർ ദാൻ 24 months ഈ അസറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഇനി ലെസ് ദാൻ 24 months ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. ഇനി ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത ബാക്കിയുള്ള അസറ്റ്സ്, ദാറ്റ് ഈസ് അതർ അസറ്റ്സ്. അതർ അസറ്റ്സിന് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 36 months ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ജുവലറി 36 months കൂടുതൽ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് അക്കോർഡിംഗ്ലി ദർ വിൽ ബി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ നമുക്കിത് റിലവൻ്റ് ആണ് കേട്ടോ, നമുക്കിത് വളരെ റിലവൻ്റ് ആണ്. ഈ കമ്പ്യൂട്ടേഷൻ, ഈ ഫിഗേഴ്സ് നിങ്ങൾ പഠിക്കണം. ദാറ്റ് ഈസ് 12 months ആണോ 24 months ആണോ 36 months ആണോ, ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു, ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു. ലെറ്റ്സ് സേ ITC എന്ന കമ്പനിയുടെ ഷെയർ നിങ്ങൾ വാങ്ങിച്ചു. നിങ്ങൾ 13 months ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ആ ഷെയർ നിങ്ങൾ സെയിൽ ചെയ്തു. എന്റെ ക്വസ്റ്റ്യൻ, ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ? പറയുക. പീരീഡ് ഓഫ് ഹോൾഡിംഗ് 13 months ആണ്. യെസ്, ശരിയാണ്. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സിമിലർലി ഓരോ അസറ്റിന്റെയും ക്യാപിറ്റൽ ഗെയിൻ, ഓരോ അസറ്റും അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ നമുക്ക് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. കാരണം അതൊരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അതിന്റെ ഗെയിനിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ വി വിൽ ട്രീറ്റ് ദ സെയിം ആസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ പീരീഡ് ഓഫ് ഹോൾഡിംഗ് പഠിക്കണം. നെക്സ്റ്റ് വൺ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ വേണമെങ്കിൽ തരാം. ലെറ്റ്സ് സേ നിങ്ങളൊരു ഫേമസ് പെയിന്റിങ് വാങ്ങിച്ചു. നിങ്ങളത് 34 months ഹോൾഡ് ചെയ്തു. 34 months ഹോൾഡ് ചെയ്തിട്ട് സെയിൽ ചെയ്തു. ഐഡന്റിഫൈ whether it is a short term capital asset or long term capital asset or short term capital gain or long term capital gain. 34 months ആണ്, പെയിന്റിംഗ് ആണ്. Give me your answer. പറയൂ. യെസ്, കാരണം നമുക്ക് ഈ അതർ അസറ്റ്സിന്, ഇതൊക്കെ അതർ അസറ്റ്സ് കാറ്റഗറി പെടുന്നതാണ് പെയിന്റിംഗ് എന്നൊക്കെ പറയുന്നത്. അതർ അസറ്റ്സിന് 36 months ആണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 36 months കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. 36 months കുറവാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ അക്കോർഡിംഗ്ലി ദിസ് ഈസ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. യെസ്, കറക്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതുവരെ വളരെ സിമ്പിൾ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. കുറച്ച് നോട്ട്സ് ഇതിന്റെ നോട്ട്സ് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. കാരണം ചില പോയിന്റ്സ് ക്യാപിറ്റൽ ഗെയിനിലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് അത്ര റിലവന്റ് അല്ല, പക്ഷേ നമ്മൾ പഠിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. അത് ഞാൻ നോട്ട്സിൽ തരുന്നുണ്ട്. സിമ്പിൾ പോയിന്റ്സ് ആണ്, അത് പക്ഷേ നിങ്ങൾ പഠിക്കണം. ഓക്കെ, പീരീഡ് ഓഫ് ഹോൾഡിങ്ങിന്റെ തന്നെ ചില കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് കൺസെപ്റ്റ്, പീരീഡ് ഓഫ് ഹോൾഡിംഗ്.
പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഒരു ക്യൂറിയസ് ആയിട്ടുള്ള ഒരു വളരെ വെറൈറ്റി ഉള്ള ഒരു പ്രൊവിഷനാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. കാരണം പീരീഡ് ഓഫ് ഹോൾഡിംഗ് പ്രൊവിഷൻസിൽ ചില കേസുകളിൽ പ്രീവിയസ് ഓണർ എത്ര നാൾ ഒരു അസറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടോ ആ ഒരു പീരീഡ് ഓഫ് ഹോൾഡിംഗും കൂടെ ഈ പറയുന്ന പുതിയ ഓണർക്ക് കിട്ടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. സെക്ഷൻ 49(1). In case of transfer by way of gift or will, let's say മിസ്റ്റർ എ, അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു എക്സാമ്പിൾ പറയാനായിട്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അറിയാം, മേ ബി കേട്ടിട്ടുണ്ടാവും, ധീരുഭായ് അംബാനി. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സോ ധീരുഭായ് അംബാനി അദ്ദേഹത്തിന്റെ മകൻ ദാറ്റ് ഈസ് മുകേഷ് അംബാനിക്ക് ഒരു ഗോൾഡൻ റിങ് ഗിഫ്റ്റ് ചെയ്തു. ഗിഫ്റ്റ് വേണ്ട, നമുക്കത് വിൽ ആക്കാം. ഓക്കെ, ധീരുഭായ് അംബാനി അദ്ദേഹത്തിന്റെ മകൻ മുകേഷ് അംബാനിക്ക് ഒരു ഗോൾഡൻ റിങ് ബൈ വേ ഓഫ് വിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലശേഷം ഒരു ഗോൾഡൻ റിങ് നമ്മുടെ മുകേഷ് അംബാനിക്ക് കൊടുത്തിട്ടുണ്ട് ബൈ വേ ഓഫ് വിൽ. ഈ പ്രൊവിഷന്റെ റിലവൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ മുകേഷ് അംബാനിക്ക് ത്രൂ ബൈ വേ ഓഫ് വിൽ ഈ ഒരു അസറ്റ് കിട്ടിയത് 1st February 2021. ധീരുഭായ് അംബാനി ഈ ഒരു ഗോൾഡൻ റിങ് പർച്ചേസ് ചെയ്തത്, അദ്ദേഹത്തിന്റെ കാലത്ത് പർച്ചേസ് ചെയ്തത് ലെറ്റ്സ് സേ 1st April 2009. 1st April 2009 അദ്ദേഹം പർച്ചേസ് ചെയ്ത ഒരു ഗോൾഡൻ റിങ് ആണ്. അത് ഇദ്ദേഹത്തിന്റെ മകൻ മുകേഷ് അംബാനിക്ക് 1st February 2021 ബൈ വേ ഓഫ് വിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മുകേഷ് അംബാനി ഈ ഗോൾഡൻ റിങ് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അത് കൊണ്ടുപോയി വിറ്റു. ഇദ്ദേഹം അത് ട്രാൻസ്ഫർ ചെയ്തത്, ദാറ്റ് ഈസ് സെയിൽ നടത്തിയത് ലെറ്റ്സ് സേ 1st April 2021. വിത്തിൻ 2 months തന്നെ ഇദ്ദേഹം ഈ ഒരു ഗോൾഡൻ റിങ് സെയിൽ ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്താന്ന് വെച്ചാൽ, ഫോർ മുകേഷ് അംബാനി ദിസ് ഈസ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. കാരണം വെറും 2 മാസമല്ല ഇദ്ദേഹം അത് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ പ്രൊവിഷൻ 49 പറഞ്ഞിരിക്കുന്നത് വേർ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഓർ എ ട്രാൻസ്ഫർ ബൈ വേ ഓഫ് വിൽ, പ്രീവിയസ് ഓണറുടെ പീരീഡ് ഓഫ് ഹോൾഡിങ് പുതിയ ഓണർക്ക് കിട്ടും. അതായത് പ്രീവിയസ് ഓണറുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഇറ്റ് വാസ് ഫ്രം 1st April 2009 ടു 1st February 2021. ഓക്കെ, നിയർലി എത്രയാ, ഒരു എത്ര ഇയേഴ്സ് ഉണ്ട് ഇതിനിടയ്ക്ക്? 12 ഇയേഴ്സ് ഉണ്ട്. 12 ആണോ? അറൌണ്ട് 12 ഇയേഴ്സ് ഉണ്ട്. ഒരു അറൌണ്ട് 12 ഇയേഴ്സ് ഇദ്ദേഹം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ബൈ വേ ഓഫ് വിൽ ഈ പറയുന്ന മകൻ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. നമ്മുടെ ഈ പ്രൊവിഷനിൽ പറയുന്നത് ഈ മുകേഷ് അംബാനിക്ക് പ്രീവിയസ് ഓണറുടെ പീരീഡ് ഓഫ് ഹോൾഡിങ് മുകേഷ് അംബാനിക്ക് കിട്ടും. വിച്ച് മീൻസ് മുകേഷ് അംബാനി ഈ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺലി. ഓക്കെ, നമ്മളിവിടെ എക്സാമ്പിളിന്റെ ഒരു സിംപ്ലിസിറ്റിക്ക് ഗോൾഡൻ റിംഗ് എന്നൊക്കെ പറഞ്ഞത് മെയിൻലി ഇതിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിലാണ്. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എനിവേ, സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. ഇത് നമുക്ക് ഭയങ്കര റിലവന്റ് ആയിട്ടുള്ള കേസാണ്. നമ്മുടെ എക്സാമിനേഷന് സ്ഥിരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഡെയിലി അസസ്മെന്റിൽ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ പീരീഡ് ഓഫ് ഹോൾഡിങ്ങിന്റെ ഈ ഒരു കേസ് നിങ്ങൾ അറിയണം. പിന്നെ ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് പ്രൂവ് ചെയ്തുകൊണ്ട് ഒരു കേസ് ലോ ഉണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഒരു കൺസെപ്റ്റ് പ്രൂവ് ചെയ്തുകൊണ്ട് ഒരു കേസ് ലോ ഉണ്ട്. കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് വേഴ്സസ് മഞ്ജുള ജേഷ, ഒരു ഫേമസ് കേസ് ലോ ആണ്. ഈ കേസ് ലോനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, എനിവേ, നെക്സ്റ്റ് വൺ.
പീരീഡ് ഓഫ് ഹോൾഡിങ്ങിന്റെ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് സിനാറിയോ ആണ് നമ്മൾ പറയുന്നത്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് നമുക്കറിയാം, ഒരു അസറ്റ് നിങ്ങൾ വാങ്ങിച്ചു. ഓക്കെ, നിങ്ങളൊരു അസറ്റ് വാങ്ങിച്ചു. അസറ്റ് നിങ്ങൾ വാങ്ങിച്ചത് 1990-ലാണ്. 1990 സെപ്റ്റംബർ 30. ഓക്കെ, 1990 സെപ്റ്റംബർ 30ക്ക് നിങ്ങളൊരു അസറ്റ് വാങ്ങിച്ചു. ഒരു ലാൻഡ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഒന്നും അല്ല, കാരണം റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പാടൊന്നുമില്ല. അതൊരു ക്യാപിറ്റൽ അസറ്റ് അല്ല, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നില്ല. സോ ലാൻഡ് വാങ്ങിച്ചു. ഓക്കെ, ഒരു അർബൻ ലാൻഡ് തന്നെ, അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആകാം, അല്ലാതിരിക്കാം. എനിവേ, ഒരു ക്യാപിറ്റൽ അസറ്റ് തന്നെ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ലാൻഡ് നിങ്ങൾ വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ലാൻഡ് നിങ്ങൾ വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ഒരു ലാൻഡ് ഡ്യൂറിംഗ് ദ ഇയർ സെയിൽ നടത്താൻ തീരുമാനിച്ചു. ലെറ്റ്സ് സേ ഓൺ 20th May 2022 നിങ്ങൾക്ക് ഈ ഒരു ലാൻഡ് സെയിൽ ചെയ്യാന്ന് നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഈ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷന് ഒരു കൺസൾട്ടന്റ് അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 1990 സെപ്റ്റംബർ 30 ഈ ലാൻഡ് വാങ്ങിച്ചപ്പോൾ വളരെ നിസ്സാര ഒരു പ്രൈസേ നിങ്ങൾക്കുള്ളൂ. കാരണം 1990 നിങ്ങൾ ഈ പറയുന്ന ലാൻഡ് വാങ്ങിച്ചത് വെറും 50,000 റുപ്പീസിനാണ്. ഈ എൻറ്റയർ പ്ലോട്ട് ഓഫ് ലാൻഡിന് നിങ്ങൾക്ക് 50,000 റുപ്പീസേ ചെലവായിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പോകുന്നത് ലെറ്റ്സ് സേ 95 ലാഖിനാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കൺസൾട്ടന്റ് പറഞ്ഞു നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം ഈ 50,000 റുപ്പീസ് മാത്രമായി ഇതിന്റെ പർച്ചേസ് പ്രൈസ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വളരെ ചെറിയ എമൗണ്ട് ആണ്. ഇതൊക്കെ ഇൻഡെക്സ് ചെയ്യാൻ പോയാലും വലിയ പാടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ പ്രോപ്പർട്ടിയുടെ 1/4/2001 ഉള്ള മാർക്കറ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ 50,000 റുപ്പീസിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് 1/4/2001 മാർക്കറ്റ് വാല്യൂ എങ്കിൽ, ഈ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ലെറ്റ്സ് സേ അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 6 lakh ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 6 lakh വാല്യൂ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം. ഈ ഒരു പ്രൊവിഷന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇതുകൊണ്ട് ഒരുപാട് നമുക്ക് റിലവൻസ് ഉണ്ട്. കാരണം ഒരു അസറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തു, അത് ഒരുപാട് വർഷങ്ങൾക്ക് ലൈക്ക് 20, 30, 40 ഇയേഴ്സിന് മുമ്പ് മേടിച്ചിട്ടുള്ള ഒരു അസറ്റ് ആണ്. ആ അസറ്റിന് അന്ന് ഒട്ടും വാല്യൂ ഉണ്ടാകത്തില്ല. ഓക്കെ, ആധാരത്തിൽ ആ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സിലുള്ള വില എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കാം. സോ ആ ഒരു വാല്യൂ വെച്ച് നിങ്ങൾ ഇപ്പോൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കന്റ്ലി ഹൈ ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് കണ്ട് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ആണിത്. ഓക്കെ, ഇതൊരു ഓപ്ഷൻ ആണ്. ഇത് അഡോപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ദിസ് ഈസ് ഓപ്ഷണൽ. പിന്നെ വാല്യൂ കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് വി വിൽ അഡോപ്റ്റ് ദിസ്. കാരണം നമുക്ക് 2001 ഈ 6 lakh എന്ന വാല്യൂ വെച്ച് ഇങ്ങോട്ട് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ബെനിഫിറ്റ്, ഈ ഒരു പ്രൊവിഷൻ നമുക്ക് വളരെ റിലവന്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങളോട് ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, നിർബന്ധമായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഇതൊരു ഓപ്ഷൻ ആണ്. ഇഫ് നീഡഡ് യു ക്യാൻ ടേക്ക്. സോ ദിസ് ഈസ് ആൻ ഓപ്ഷണൽ സ്കീം. അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കൺസെപ്റ്റ് നമുക്ക് മുന്നോട്ട് വളരെ റിലവന്റ് ആണ്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ലെറ്റ്സ് സേ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ. Can someone tell me what will be the cost of acquisition of self-generated goodwill? നമ്മൾ തന്നെ നമ്മുടെ ഗുഡ്വില്ലിന്റെ വാല്യൂ അങ്ങ് ഡിറ്റർമൈൻ ചെയ്തു, നമ്മൾ അത് വാല്യൂ അങ്ങ് ഡിക്ലെയർ ചെയ്തു. ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? ഒരാൾ മാത്രമേ നടക്കുന്ന ഒരു റെസ്പോൺസ് ഉള്ളല്ലോ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? Okay, so cost of acquisition of self-generated goodwill, it is nil. ഓർത്തിരിക്കുക,
അത്രയേ ഉള്ളൂ. അത് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ലാൻഡ് ഉണ്ട്. നിങ്ങളൊരു പരമ്പരാഗതമായിട്ട് അത്യാവശ്യം നല്ല ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡ് ലാൻഡ് ഒരു റിമൂവ് പ്രോപ്പർട്ടി, ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാകും. എനിവേ, നിങ്ങളൊരു ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ അതിന്റെ പ്രൈസ് ആയിട്ട് 45 lakh ആണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേര് മിസ്റ്റർ എ. മിസ്റ്റർ എ ഈ ലാൻഡ് ഓൺ ചെയ്യുന്നുണ്ട്. 45 lakhന് ഈ ലാൻഡ് വിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളാണ് മിസ്റ്റർ എ. മിസ്റ്റർ ബി എന്നൊരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തു. ഈ ലാൻഡ് ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. മിസ്റ്റർ ബി നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 2 lakh rupees തന്നിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ടോക്കൺ എമൗണ്ട് 2 lakh rupees തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, ഈ പ്രോപ്പർട്ടി നമുക്ക് തൽക്കാലം ഒരു എഗ്രിമെന്റ് വെക്കാം. വിത്തിൻ 3 months തന്നെ ബാക്കിയുള്ള 43 lakh കൂടെ പേ ചെയ്യാം. പേ ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 3 months തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. ഇങ്ങനെ പറഞ്ഞിട്ട് മിസ്റ്റർ ബി അങ്ങ് പോയി. മിസ്റ്റർ ബിയുടെ അനക്കം പിന്നെ ഇല്ല. എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 months ആണ്. 3 months ഇദ്ദേഹം ബാക്കിയുള്ള പൈസയും കൊണ്ട് വരണം, ഇല്ലെങ്കിൽ ഈ പൈസ തിരിച്ചു കൊടുക്കണ്ട. ഓക്കെ, സോ മിസ്റ്റർ ബി 3 months ഈ പ്രോപ്പർട്ടി ബാക്കിയുള്ള എമൗണ്ട് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴി അങ്ങ് പോയി, പൈസ കൊണ്ടുവന്നില്ല. എന്റെ ക്വസ്റ്റ്യൻ, ഈ 2 lakh നമുക്ക് എങ്ങനെ ടാക്സ് ചെയ്യും? ഈ 2 lakh rupees നമുക്കത് ടാക്സ് ചെയ്യണം. എങ്ങനെ ടാക്സ് ചെയ്യും? 2 lakh rupees നിങ്ങൾക്ക് വെറുതെ കിട്ടി. ഓക്കെ, 2 lakh rupees നിങ്ങൾക്ക് വെറുതെ കിട്ടി. അത് എവിടെ നമ്മൾ ടാക്സ് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യാൻ പറ്റുമോ? അതോ ഇനി വേറെ ഏതെങ്കിലും ഹെഡിലേക്ക് കൊണ്ടുപോകണോ? അതാണ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രൊവിഷൻ. നേരെ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലേക്ക് കൊണ്ടുപോകണോ, അതോ ഇനി വേറെ ഏതെങ്കിലും ഹെഡിൽ ടാക്സ് ചെയ്യണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്ക് വെറുതെ ഒരു 2 ലക്ഷം രൂപ കിട്ടി. ഓക്കെ, വെറുതെ ഒരു എഫേർട്ട് ഉണ്ടായില്ല, വെറുതെ ഒരു 2 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് ടാക്സ് ചെയ്യും? എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞോ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ പറ. നമ്മൾ ഇത് ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യണോ? ഓപ്ഷൻ ഞാൻ തരാം. ഓപ്ഷൻ എ ക്യാപിറ്റൽ ഗെയിൻ, ഓപ്ഷൻ ബി PGBP, ഓപ്ഷൻ സി ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഓപ്ഷൻ ഡി പിന്നെ ഏതാ ഉള്ളത്? HP. ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. ഏത് ഹെഡിൽ നമ്മൾ ഇത് ടാക്സ് ചെയ്യും? നിങ്ങളുടെ ഒപ്പീനിയൻ പറ. ഒരു ഗസ് ചെയ്യും. കാരണം നിങ്ങൾക്ക് വെറുതെ ഒരു 2 lakh rupees കയ്യിൽ കിട്ടി. നിങ്ങൾക്ക് വെറുതെ ഒരു 2 lakh rupees കിട്ടിയിട്ടുണ്ട്. ഇത് ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? അതാണ് നമുക്ക് ഇവിടെയുള്ള ഇഷ്യൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യൂ. 2 പേരെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? ബാക്കി ക്ലാസ്സിൽ ആരൊക്കെയാ ഉള്ളത്? ആൽഫിൻ ഷാജി, എനക്കൊന്നുമില്ലല്ലോ. പിന്നെ അജ്ന ഫാത്തിമ റെസ്പോൺസ് ഇല്ല. അഖീല റെസ്പോൺസ് ഇല്ല. അർച്ചന റെസ്പോൺസ് ഇല്ല. ഇഷ ജലീൽ റെസ്പോൺസ് ഇല്ല. ജോയിൽ റെസ്പോണ്ട് ചെയ്തു. പിന്നെ മഞ്ജു റെസ്പോൺസ് ഇല്ല. പോക്കോ M2 Pro നല്ലവരാണല്ലോ, റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. റെസ്പോണ്ട് ചെയ്യൂ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നമുക്ക് ഏത് ഹെഡിൽ ടാക്സ് ചെയ്യണം? ഇത് ഏത് ഹെഡിൽ നമ്മൾ ടാക്സ് ചെയ്യും? ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ ടാക്സ് ചെയ്യണോ, അതോ PGBPയിലേക്ക് കൊണ്ടുപോകണോ, അതോ IFRSൽ കൊണ്ടുപോകണോ, HP കൊണ്ടുപോകണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. ഒപ്പീനിയൻ പറ. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇറ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFRS, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആകട്ടോ. അതായത് അഡ്വാൻസ് മണി ഫോർ ഫെയ്റ്റഡ്. ടാക്സ്ഡ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ്.
സോ ഓർത്തിരിക്കുക, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ഇറ്റ് ഈസ് നിൽ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ട്രേഡ് മാർക്ക്, സെൽഫ് ജനറേറ്റഡ് ട്രേഡ് മാർക്ക്, ഇറ്റ് ഈസ് നിൽ. പക്ഷെ ഇവിടെ ഒരു പ്രയോജനമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോ ഒരു പർച്ചേസ്ഡ് ഗുഡ്വിലാണ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ട്രേഡ് മാർക്ക് ആണെങ്കിൽ നമുക്ക് ആ ആക്ച്വൽ എമൗണ്ട്, ഓക്കെ, എന്ത് എമൗണ്ടിനാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആക്ച്വൽ എമൗണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കിട്ടും. സെൽഫ് ജനറേറ്റഡ് മാത്രമേ നമുക്ക് ഈ നിൽ എന്ന് പറയുന്ന പ്രൊവിഷൻ വരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം അവിടെ ഉള്ളത്, നമ്മുടെ ഈ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ നമുക്കുള്ള റൂട്ട് പെർമിറ്റ്, ബസ് റൂട്ടൊക്കെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടെനൻസി റൈറ്റ്സ്, ഈ കേസുകളിലെല്ലാം സെൽഫ് ജനറേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നില്ലാണ്. ഓക്കെ, നിൽ. ഇനി ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആക്ച്വൽ പർച്ചേസ് വാല്യൂ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വേറൊരു കാര്യമുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ 1/4/2001 വാല്യൂ FOB അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ഈ പറയുന്ന അസറ്റുകൾക്ക് കിട്ടില്ല. ഓക്കെ, സോ FOB ആസ് ഓൺ 1/4/2001 ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഇനിയാണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ഗെയിൻ കൺസെപ്റ്റിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ, ദാറ്റ് ഈസ് ഇൻഡെക്സേഷൻ. ഇൻഡെക്സേഷന്റെ ആവശ്യം എന്താണെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് ഇൻഡെക്സേഷൻ എന്നൊരു കൺസെപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്? പറയൂ, ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യേ. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു അസറ്റ് സെയിൽ ചെയ്യുവാണ്. ഓക്കെ, ഒരു ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ സെയിൽ ചെയ്യുക. സെയിൽ ചെയ്തത് ലെറ്റ്സ് സേ ടുഡേ, ദാറ്റ് ഈസ് 22 മെയ് 2023. സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 92 lakh. ഇതേ അസറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് 20 ജനുവരി 2009. പർച്ചേസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 5 lakh. എന്റെ ക്വസ്റ്റ്യൻ, ഇൻഡെക്സേഷൻ എന്ന കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ ഒരു ടൈം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇൻഡെക്സേഷൻ എന്ന കൺസെപ്റ്റിന്റെ ആവശ്യകത എന്താണ്? എന്തിനാണ് ഡിപ്പാർട്ട്മെന്റ് ഇൻഡെക്സേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്? ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ 92 ലാക്കിൽ നിന്ന് ഡയറക്ട്ലി 5 lakh കുറച്ചാൽ പോരെ? എന്തിനാണ് ഈ 5 lakh ഇൻഡെക്സ് ചെയ്ത് പുതിയൊരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് എടുക്കേണ്ടി വരുന്നത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? പറയൂ. ഈ പറയുന്ന കഷ്ടപ്പാടിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഡയറക്ട്ലി ആ പറയുന്ന പർച്ചേസ് വാല്യൂ എടുത്തങ്ങ് ചെയ്താൽ പോരെ? പറയൂ, ജോയില് മാത്രം ആൻസർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? പറഞ്ഞ ആൻസർ ശരിയാണ്, ടു നോ ദി പ്രസന്റ് വാല്യൂ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു യെസ്, പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ശരി തന്നെ. അതായത് ഈ 5 lakh റുപ്പീസിന്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് അതിലേക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ 5 lakh എന്ന എമൗണ്ട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മീൻസ് പർച്ചേസ് ചെയ്തത് എന്തുവരെക്കാണോ ആ പർച്ചേസ് ചെയ്ത എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ, അതാണ് നമ്മൾ ഇൻഡെക്സേഷൻ വഴി കിട്ടുന്നത്. നമുക്ക് ഇൻഡെക്സേഷൻ വഴി കിട്ടുന്നത് അതാണ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ₹5 lakh ഇൻഡെക്സ്ഡ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇൻഡെക്സ്ഡ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൽ ഓരോ അസറ്റിന്റെ ഓരോ ഇയറിന്റെ ഇൻഡെക്സേഷൻ ഫിഗർ തന്നിട്ടുണ്ട്. നമുക്കിതൊരു, ഓഫ് കോഴ്സ്, ഇത് ഈ ഒരു ടേബിൾ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകത്ത് അറിഞ്ഞിരിക്കേണ്ടത്
FY 2022-23യുടെ 2022-23യുടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 331. അതുപോലെ FY 2021-22ന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 317. അതുപോലെ FY 2001-2ന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 100. ഈ 3 ഫിഗർ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ബാക്കി ഇതിനിടയ്ക്കുള്ള ഇയേഴ്സിന്റെ ഒക്കെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നിങ്ങൾ അത് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എനിവേ നമുക്കിതിന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, സെയിൽ വാല്യൂ 92 ലാക്ക്, പർച്ചേസ് വാല്യൂ 5 ലാക്ക് റുപ്പീസ് ആണ് പർച്ചേസ് വാല്യൂ. നിങ്ങൾ ഇതിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഇപ്പം 2021-2009 ഈ അസറ്റ് പർച്ചേസ് ചെയ്തത്. ദാറ്റ് ഈസ് FY 2008-9. FY 2008-9ന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്യാം. എത്രയാ? 137. അതുപോലെ നമ്മുടെ FY 2022 ആക്കാം. നമുക്ക് FY 2021-22-23യുടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 331. ഓക്കെ, സോ കമ്പ്യൂട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. കമ്പ്യൂട്ട് ചെയ്ത് പറയുക. കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഈ 5 ലാക്ക് റുപ്പീസിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. 5 ലാക്ക് റുപ്പീസിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ട്രൈ. കിട്ടുന്നുണ്ടോ? ഇൻഡെക്സേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല ഉപയോഗിക്കാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ഇയർ ഓഫ് പർച്ചേസ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ഇയർ ഓഫ് സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ. ഓക്കെ, ട്രാൻസ്ഫർ എന്നതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 5 ലാക്ക് റുപ്പീസ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ ദി ഇയർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് എത്രയാ? 137 അല്ലായിരുന്നോ? യെസ്, 137 ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദി ഇയർ ഓഫ് സെയിൽ. ഇയർ ഓഫ് സെയിൽ പറഞ്ഞിരിക്കുന്നത് 331. നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാ? 12,08,030 റുപ്പീസ്. ഇതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. യെസ്, ശരിയാണ്. 29. 29 റൗണ്ട് ചെയ്യേണ്ട 29 ആയിക്കോട്ടെ. 12,08,029 ആൻസർ ശരിയാണ്. ഓക്കെ, എന്നാ പിന്നെ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്തേക്കാം. നമുക്കതിലേക്ക് വരാം. എനിവേ, ജസ്റ്റ് നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ, കൺസിഡറേഷൻ അല്ലെങ്കിൽ സെയിൽ വാല്യൂ നമ്മൾ എഴുതേണ്ടത് സെയിൽ വാല്യൂ എന്നൊന്നും ഒരിക്കലും എഴുതല്ലേ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന ടേം തന്നെ യൂസ് ചെയ്യുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞത് 92 ലാക്ക്. മൈനസ് indexed cost of acquisition, that is around 12,08,029. Okay, you will get the capital gain.
നമുക്കെന്നാ ഒരു ബ്രേക്ക് എടുക്കാം. 1 അവർ ആയി. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം.